പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെ ചൊല്ലി ബി.ജെ.പിയിൽ കലാപക്കൊടി ഉയരുമ്പോൾ സംസ്ഥാന അധ്യക്ഷന്റെ പരിഹാസവും കോപവും മാധ്യമങ്ങൾക്ക് നേർക്കാണ്. ബി.ജെ.പിയിലെ സംഭവവികാസങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ ചവർ വാർത്തകളാണെന്നാണ് കെ സുരേന്ദ്രൻ വിശേഷിപ്പിക്കുന്നത്. എന്തെങ്കിലും ഒരു അടിസ്ഥാനം നിങ്ങൾ പറയുന്നതിലുണ്ടോ? ഈ രീതിയിലുള്ള ചവർ വാർത്തകളുമായിട്ടാണ് രാവിലെ തന്നെ നിങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങളെ പാർട്ടിയിൽ എന്താണ് ഒരു ചവർ ഇതിന് ചവർ വാർത്തകളുമായിട്ടാണ് നിങ്ങൾ 3 ദിവസമായിട്ട്. പാർട്ടി ഏൽപ്പിച്ച ദൗത്യമെല്ലാം കൃത്യമായി ചെയ്തിട്ടുണ്ടെന്നാണ് ശോഭാ സുരേന്ദ്രന്റെ നിലപാട്. മറ്റൊരു പ്രതികരണത്തിനുമില്ല. അതേസമയം പാലക്കാട് നഗരസഭയിൽ നിലവിലുള്ളതിനേക്കാൾ ഒരു സീറ്റെങ്കിലും കൂടുതൽ പിടിക്കാൻ പ്രതിപക്ഷ നേതാവിനെ ശോഭ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. എനിക്ക് അഖിലേന്ത്യാ നേതൃത്വവും സംസ്ഥാന ഘടകവും ശോഭ എന്ത് ജോലി ചെയ്യണം എന്ന് അവർ തീരുമാനമെടുക്കാറുണ്ട്. ആ പണി വളരെ നല്ല രീതിയിൽ ചെയ്തു തീർത്തു എന്ന് ആത്മവിശ്വാസമുള്ള ഒരു സാധാരണക്കാരിയാണ് ഞാൻ. മുൻ സംസ്ഥാന അധ്യക്ഷൻ പി കെ കൃഷ്ണദാസ്, പാർട്ടി ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്, വൈസ് പ്രസിഡന്റ് എൻ രാധാകൃഷ്ണൻ എന്നിവർ നേതൃയോഗത്തിന് എത്തിയിട്ടില്ല. താൻ പങ്കെടുക്കേണ്ട പരിപാടിയല്ലെന്നാണ് എം.ടി. രമേശിന്റെ പ്രതികരണം. സംഘടനാ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുന്നതെന്ന് ബി.ജെ.പി നേതാക്കൾ പറയുന്നു. അതേസമയം സംസ്ഥാന ഭരണാധികാരി സ്ഥാനത്ത് നിന്ന് നാരായണൻ നമ്പൂതിരിയെ മാറ്റണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ തോൽപ്പിക്കാൻ നാരായണൻ നമ്പൂതിരി ശ്രമിച്ചെന്നും ആരോപണമുയർന്നു. പാലക്കാട്ടെ തോൽവി സംബന്ധിച്ച് വൈകാരിക പ്രതികരണമാണ് നഗരസഭാ അധ്യക്ഷ നടത്തിയതെന്ന് സ്ഥാനാർത്ഥിയായിരുന്ന സി കൃഷ്ണകുമാർ പ്രതികരിച്ചു. ഞങ്ങൾ അവിടെ ഒരൊറ്റക്കെട്ടായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഞങ്ങൾക്കുണ്ടായിട്ടുള്ള കുറവ് ഞങ്ങൾ ഒറ്റക്കെട്ടായി പരിഹരിക്കും. സംഘടനാ തെരഞ്ഞെടുപ്പ് തൊട്ടുമുന്നിൽ നിൽക്കെ കൂടുതൽ പ്രതികരണത്തിനില്ലെന്നാണ് പല മുതിർന്ന നേതാക്കളുടെയും നിലപാട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.